ഒരു നല്ല അത്യാവശ്യം ജോലി കിട്ടി കഴിഞ്ഞാൽ നീ ഓക്കെ അല്ലേ? ഞാൻ ജോലി കിട്ടി അവിടെ നിൽക്കും. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, കിടുക്കുവാണ്. അവനെ വിളിച്ച് ഞാൻ പറയാം. അവനാകുമ്പോഴത്തേക്ക് നിനക്ക് അവന്റെ കൂടെ നിക്കാൻ തന്നെ. ഹലോ രതീഷ്, എടാ മക്കളെ, എടാ എന്റെ ഒരു പയ്യുണ്ട് കേട്ടോ, അമ്പിളിക്കുട്ടൻ. ഈശ്വര കള്ളം പറയുന്നത് ക്ഷമിക്കണേ, നല്ല ബുദ്ധിമാനാണ്. അവൻ കൂടെ നിൽക്കും, എല്ലാ കാര്യം അന്തസ്സായിട്ട് നോക്കുകയും ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അവനൊന്ന് പരിചയപ്പെടും. അവന് രതീഷ് പരിചയപ്പെടും. രതീഷ് അണ്ണ എവിടെ അണ്ണാ? ഇതുവരെ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആളിനെയാണ് ഫോൺ ചെയ്ത് തരുന്നത്. വയറ്റില്ല, നീ പുള്ളിയെ പ്രസവിച്ച് പുള്ളി വലുതായി എനിക്ക് എപ്പോ ജോലി മേടിച്ചു തരാൻ? അമ്പിളിക്കുട്ട വയറ്റില്ലെന്ന് പറഞ്ഞ എറണാകുളത്തുള്ള സ്ഥലമാണ്. അങ്ങനെയാണോ? എന്റെ മദ്യപാനം നീ കുറയ്ക്കണം. ഞാൻ വെള്ളോട് നിർത്തി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ തുണിയെല്ലാം കൂടെ വാഷിംഗ് മെഷീനിൽ വാരിയിട്ട് കഴുകാൻ വേണ്ടി നോക്കി. ഓക്കെ, അതിന്റെ അടപ്പടയ്ക്കാൻ മറന്നുപോയി. എന്നിട്ടാ എന്റെ ഒരു നിക്കറ് നമ്മള് നാരങ്ങ കുളിച്ചിട്ട് കുരു ഉപ്പ് നമുക്ക് തെറിച്ചു അപ്പുറത്തെ ശാന്ത ചേച്ചിയുടെ അടുക്കള ചെന്ന് വീണു. എന്നിട്ടാ എനിക്ക് കളയാൻ പറ്റുമോ? പറ്റില്ല, പുതിയതല്ലേ. ഞാൻ ചെന്നപ്പോ അണ്ണ എവിടെ വാതിക്കിരിക്കുന്നു. ഞാൻ അണ്ണ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് എന്റെ പെരക്കകത്ത് കിടക്കുന്ന നിക്കറിഞ്ഞെടുത്ത് തരാൻ വിരിഞ്ഞ കാശേ വിരിച്ച്. നിക്കറാ അല്ല എന്നെ ഷായ ഒന്നും നീ പറഞ്ഞില്ലേ? പറഞ്ഞു. ഒരു സൈഡ് ഉണങ്ങുമ്പോ ഒന്ന് തിരിച്ചിട്ടേക്കണേന്ന് പറഞ്ഞു.